Soha, get up. When ready again? Mama, I'm ready. Good girl. Soha, so in the first day, നന്നായിട്ട് പഠിക്കണം. Okay. Mama, bye. Bye. പാരൻസ് പ്ലീസ് കീപ് ദ ലൈൻ. ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. എന്റെ ദൈവമേ, ഇതെന്താ ജാതയോ? ഓ, വന്നല്ലോ പപ്പ നോക്കി കേട്ടു. എന്തിനാ എന്നെ നോക്കുന്നേ? ലീന നോക്ക്, ആരാ വരുന്നേ? ഓ, സോ ഹാൻസം. എന്താണ് ചോക്കുട്ടാൻ? ഞാൻ കരുതി പപ്പ ഇന്ന് വരില്ലാന്ന്. അതെന്താടാ വരണ്ടായിരുന്നു. ജോമോനെ, നീ എന്താടാ ഇങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഞാനില്ലേ? പപ്പ എന്നെ എടുക്കല്ലേ, താഴെ വെച്ച് എല്ലാവരും നോക്കുന്നുടേ. നീ എന്റെ മുത്തല്ലടാ, അവരോടൊക്കെ പോവാൻ പറ. ആഹാ, എന്റെ ഫാൻസിനെ കൊണ്ട് വയ്യ. ഓ, എൻ്റെ അടി എന്തു ലുക്ക. ഹായ്, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വേദെന്തു ലുക്ക. ലീന, നീ എത്ര കാലമായി അവൻ്റെ പുറകെ നടക്കുന്നത്? അവൻ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അവൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എന്താ, അവൻ്റെ പുറകെ നടക്കാനും വേണം മോളേ ഒരു ഭാഗ്യമൊക്കെ. ഇതെന്താ, ഇവർക്കാർക്കും വേറെ പണിയൊന്നുമില്ലേ? ഇതാരെ കുറിച്ചാ ഇവർ ഈ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വേദ് സാർ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. ലീന, അയാളുടെ പുറകെ നടത്ത ഒരു കാര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞളഞ്ഞ്? ഒരുപക്ഷെ ഇവക്കുള്ളത് അയാളുടെ ട്രൂ ലവ് ആണെങ്കിലോ? മോളെ ശ്രുതി, നിനക്ക് അയാൾ അറിയാത്തോണ്ട? എന്താ ഇനി അയാൾ മാരീഡാ. മാരീഡോ? എൻ്റെ ശ്രുതി, അതൊക്കെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കൊല്ലം കുറേയായി. ആ പയ്യൻ ചെറുതായപ്പോഴെങ്ങാണ്ടാ ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞ. പിന്നെ ആ പെണ്ണ് വേറെ ഇടോ, പിന്നെ ഇയാളിവിടെ. അങ്ങനെയാ. അതിനിപ്പോൾ എന്താ? പിന്നെ ഇയാളെപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു ചങ്ങായിനെ ഡിവോഴ്സൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ തലയ്ക്ക് വല്ല വട്ടല്ലാതെ പിന്നെ എന്താ പറയുക? വേദ്, ഈ വരി നിൽക്ക്. പാരൻസ് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടുന്ന് ആൻറ്റി മതി, ക്ലാസ്സിൽ നിന്ന് മതി മാം. എന്താണ് അവിടെ ഒരു ചർച്ച? സ്ഥിരം പോലെ തന്നെ, നീ അല്ലാതെ വേറെ എന്താ ചർച്ച? ഇവളമാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? അവളുമാരുടെ പണി അവളുമാർ ചെയ്യുന്നു. എന്ത്? നിന്നെ വായ നോക്കുക, വേറെ എന്താ? ഒരു മിനിറ്റ്, നീ ഒന്ന് നോക്കണേ. ഇപ്പൊ വരാം. എടാ, നീ എങ്ങോട്ടാ? എക്സ്ക്യൂസ് മീ മിസ്സസ് മൽഹോത്ര, ഡു യു റിമെമ്പർ മീ? മറക്കാൻ ചാൻസില്ല. അങ്ങനെ പെട്ടെന്നൊന്നും നിനക്കെന്നെ മറക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ, അങ്ങനെയല്ലേ? ലുക്ക് വേദ്, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. പപ്പ ഇവിടെ എന്തെടുക്കുക?
ജോ ആന്റിക്ക് എന്നറിയാവോ? ആ അറിയാലോ. പപ്പ, ഈ ആന്റി പപ്പയുടെ ഫ്രണ്ടാ? പപ്പയുടെ എല്ലാ ഫ്രണ്ടിനെ എനിക്കറിയാലോ, പക്ഷെ ഈ ആന്റി മാത്രം ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല. മോനോർമ്മ കാണില്ല. പപ്പ എന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അല്ലേ? കുഴപ്പമില്ല. മോൻ ആൻറ്റിയെ കൊച്ചില കണ്ടേ. അപ്പൊ ആന്റി എന്റെ പപ്പയെ കണ്ടിട്ടും കുറെ കാലമായോ? ജോ വന്നേ വന്നേ. ആ ഇല്ല ആന്റി, എന്നാ ഞാൻ പോട്ടെ. അതിന് മുമ്പ് ആന്റിയുടെ പേരെന്തായിരുന്നു? സോന. സോന? എന്റെ മമ്മയുടെ പേരും സോന എന്നാണല്ലോ. ആന്റി എന്നെ പപ്പയെ പണ്ട് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ആന്റിക്ക് എന്റെ മമ്മയും പരിചയമുണ്ടാവൂലോ അല്ലേ? ജോ ക്ലാസ് ടൈമായി, ചെല്ലു. ശരി പപ്പ, ബൈ ആന്റി. ബൈ. എന്ത് പറ്റി? എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ കുറിച്ചല്ല, എൻ്റെ മോനെ കുറിച്ചാണ്. ഇത്രയും കാലം ഞാൻ അവനെ പിരിഞ്ഞിരുന്നല്ലോ എന്നാലോചിച്ചു. വേദ് എന്തോ പറ്റി? എന്താ? നീയോ? നീ എന്താ ഇവിടെ? നീ അത് വിട്, എനിക്ക് ഒരു പരിപാടി ഉണ്ട്. എന്നാ ശരി. എക്സ്ക്യൂസ് മീ സോന മാഡം, ആഫ്റ്റർ എ ലോങ് ടൈം. ഇനി എന്താണാവോ പുതിയ നാടകം? മോളെ വേദൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരാനാണ് പ്ലാനെങ്കിൽ ആ പ്ലാൻ അങ്ങ് മനസ്സിൽ കൊണ്ടു നടന്നാൽ മതി. നീ ഒരു കാര്യം മനസ്സിലാക്കും, വേദ് ഈസ് മൂഡ് ഓൺ. ഇനി അവൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. കഴിഞ്ഞോ? എൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞ് എനിക്ക് പോകാമായിരുന്നു. എന്നെപ്പോൾ ഇങ്ങനെ വേസ്റ്റായി കളയാൻ എടുത്ത ടൈമില്ല. സോ ഐ ആം സോ സോറി. ആ പപ്പ എത്തിയോ? ഞാൻ എന്താ ഇപ്പം വരാം. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഈ നടക്കുന്ന സമയത്ത് ഈ ബാഗും കൂടെ ഒന്ന് പിടിച്ചൂടെ? ഞാൻ എന്നെ ഇതെല്ലാം പിടിക്കണം നിർബന്ധമുണ്ടോ? ഇതിനത്ര കനമൊന്നുമില്ല. ആ എന്നാ പിന്നെ താൻ പിടി, അത് പിടിക്കില്ലല്ലോ. ഇതെവിടെ? സോനമോൾ കാണുന്നില്ലല്ലോ. ആ നിക്ക് അവള് വരും, വിളിച്ചിട്ടുണ്ട്. ആ ഇതാ നിൽക്കുന്നു. മമ്മ പപ്പ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഓ എൻ്റെ പൊന്നു അമ്മ, എന്താ ഇങ്ങനെ? ഈ വെയിറ്റ് മൊത്തം ഞാനാ താങ്ങിയ, നിന്റെ പപ്പയൊന്നുമല്ല. നിന്റെ പപ്പയ്ക്ക് യാത്രയ്ക്ക് ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഡൽഹി? സുഖാണോ? ആ പപ്പ കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ സോഹമോളുടെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അവളെ വിളിച്ചപ്പോ മര്യാദക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ആ മോനെ കുറച്ച് ലേറ്റ് ആയി, അതാ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് വർത്താനം പറയണോ? എനിക്കിവിടെ നിൽക്കാനൊന്നും വയ്യ ഈ വെയിറ്റും പിടിച്ചോണ്ട്. വീട്ടിൽ പോവാ, സോനമോളെ വാ. ഓ ശരി മമ്മ വാ. ഓ എൻ്റെ പൊന്നു ദൈവങ്ങളെ, ഇപ്പോഴൊരു സമാധാനം. ഈ മനുഷ്യനാണെങ്കിൽ ഒരു സാധനം പോലും പിടിക്കൂല. ഉള്ള സാധനം മൊത്തം എടുത്തുകൊണ്ടുവരാൻ നല്ല ആളാ. എല്ലാം കൂടെ കെട്ടി വിളിച്ച് കൊണ്ടുവരേണ്ട ഞാനല്ലേ? ഇയാൾക്ക് വല്ലതും അറിയണോ? പിന്നെ ഒന്നും കയ്യിലാണെങ്കിൽ കൊടുക്കാനും വയ്യ. എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതങ്ങ് പൊട്ടിക്കും. ആ വീട്ടിലുള്ള ഗ്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ സോഹമോള് പോലും ഇത്ര എണ്ണം പൊട്ടിച്ചിട്ടുണ്ടാവില്ല. ആ കഥ പറയുകയാണെങ്കിൽ കുഞ്ഞി കൊച്ചുങ്ങളെക്കാളും കഷ്ടം. സാധനങ്ങൾ നശിപ്പിക്കാൻ നിന്റെ പപ്പ കഴിഞ്ഞിട്ടുള്ള ഈ ലോകത്ത് മറ്റാരും. ആ അതൊക്കെ വിട്, അതിനിടയ്ക്ക് ഇത് പറയാൻ മറന്നു. കാർ എന്തായാലും നന്നായിട്ടുണ്ട് സോനമോളെ. പിന്നെ സോഹമോൾ എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വരാം? നീ ആണെങ്കിൽ ഒരു സാധനം പോലും നന്നായിട്ട് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കൂല. ഇനി അത് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് എത്ര ദിവസമായിരുന്നു ദൈവത്തിനറിയാം. അവൾ വരുമ്പോഴത്തേക്ക് നല്ല കുറച്ച് ഫുഡെങ്കിലും ഉണ്ടാക്കി വെക്കണം. അതിന് വല്ല സാധനം ഉണ്ടോ സോന അവിടെ? ഇല്ലെങ്കിൽ ഇതേ അവിടെ നിർത്തി വാങ്ങാൻ നോക്കും, നല്ല കടയാന്ന് തോന്നുന്നു. മമ്മ ഒന്ന് നിർത്തി പറ. എന്തിനാ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പറയുന്നേ? ഞങ്ങൾ അവിടെ നിൽക്കുന്നതല്ലേ, പിന്നെ അവിടെ ഫുഡ് ഉണ്ടാകാണ്ടിരിക്കുകയാണോ? എൻ്റെ പൊന്നു പപ്പ എങ്ങനെ സഹിച്ച്? അവിടെ നിന്ന് ഇവിടെ വരെ ഇത് തന്നെ ആയിരിക്കുമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്റെ പൊന്നാശ കൊച്ചെ, എല്ലാ സാധനവും ഉണ്ട് അവിടെ. ഇനി മമ്മ പോയി ചെന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ ചെന്ന ഉടനെ പോയി കിച്ചണിൽ കയറി നിൽക്കണ്ട, കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കും. മമ്മ എന്നല്ലോ അറിഞ്ഞ് ഇത്ര നേരം വെയിറ്റ് ഒക്കെ പിടിച്ചുകൊണ്ട് വയ്യാണ്ടായി എന്നൊക്കെ. മമ്മ ഇതേ വീടെത്തി. ആഹാ കൊള്ളാലോ സോനമോളെ,
സിറ്റ് ഔട്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ അത് കണ്ടു കഴിഞ്ഞാലോ. ഇനി പപ്പയും മോളൊന്ന് മാറിന്നേ, ഞാനൊന്ന് പോയി കിച്ചൺ നോക്കട്ടെ. ഈ ആശയുടെ ഒരു കാര്യം അവളെ കൊണ്ട് വയ്യ. എന്റെ മമ്മയുടെ പേരും സോന എന്നാണല്ലോ. സോന മോളെ ഓക്കെ അല്ലേ? ആ ആ പപ്പ ഞാൻ ഓക്കെ. ആ എന്ന് മുതലാ പപ്പയുടെ മോള് പപ്പയുടെ കള്ളം പറയാൻ തുടങ്ങിയ? അത് പിന്നെ പപ്പ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. സോന മോളെ നോക്ക്, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ പപ്പയും മമ്മിയും നിന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പപ്പയോടും മമ്മയോടും പറയാം, പ്രത്യേകിച്ച് പപ്പയുടെ അടുത്ത്. മോളിനി വേദിന വല്ലതും കണ്ടോ? പപ്പ ഞാനിന്ന് സോഹയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പം എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞോ? അവൻ പറയുന്നതൊന്നും എന്നെ ഒരിക്കലും ബാധിക്കില്ലെന്ന് പപ്പയ്ക്കും അറിയാലോ. അത് പപ്പയ്ക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ പപ്പ ചോദിച്ചത്. പിന്നെ എന്താ പ്രശ്നം? പപ്പ ഞാൻ ജോയും കണ്ടു. നമ്മുടെ ജോമോനിയോ? എന്നിട്ട് അതിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സോന അത് നല്ല കാര്യമില്ലേ? നമ്മൾ എത്ര കാലത്തിന് ശേഷം അവനെ കാണുന്നത്, അതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടേ? പപ്പ അവനെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ഞാൻ. പപ്പ അവൻ എന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ പോലും എൻ്റെ മമ്മയെ അറിയോ, ആൻറ്റി എൻ്റെ മമ്മയെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ, അങ്ങനെ പലതും ചോദിച്ചപ്പ. ഇനി ഞാൻ അവൻ്റെ മുമ്പിൽ അവൻ്റെ മമ്മയെന്ന് പറഞ്ഞ് എങ്ങനെയായിരിക്കും അവൻ റെസ്പോണ്ട് ചെയ്യുക? എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ സോന സോന ഇതൊന്നും ആലോചിക്കല്ലേ മോളെ. അവനെല്ലാം മനസ്സിലാവും, എല്ലാം മനസ്സിലാക്കും. നിന്റെ മോനല്ലേ, എനിക്ക് ഉറപ്പുണ്ട്. ആ അപ്പനും മോളും ഇതുവരെ വർത്താനൊന്നും പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്താ നിങ്ങളിങ്ങനെ? സോന ഒന്ന് വന്നേ, കിച്ചണിൽ എന്നെ സഹായിച്ചേ. സുഖമോള് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കണം. ആ അമ്മമ്മ ഇതാ വരുന്നു. നീ കരയായിരുന്നോ? അല്ലല്ല. സോന എന്തുപറ്റി മനുഷ്യ അവൾക്ക്? എന്താ സന്തോഷ്, താനെന്താ ഒന്നും പറയാത്തേ? സോന നമുക്ക് എന്ത് പറ്റി? നീ നമ്മുടെ ജോയ് കണ്ടോ? അവൻ എങ്ങനെയുണ്ടടി? അവനാകെ മാറിപ്പോയോ? കൊച്ചായിരുന്നില്ലേ നമ്മൾ കണ്ടിട്ട്? Grandpa. ആഹാ, സോഹമോൾ എത്തിയോ? ഗ്രാൻഡ്പയുടെ മോൾ എന്താ സുഖമായിരുന്നോ? എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? ആ ഗ്രാൻഡ്പാ നല്ല ക്ലാസ് ആയിരുന്നു. വലിയ സ്കൂളാ. മമ്മ ഒന്നും പറഞ്ഞില്ലേ എൻ്റെ സ്കൂളിനെ പറ്റി? ആ മമ്മ പറഞ്ഞു വലിയ സ്കൂളാന്നൊക്കെ. ആ എവിടെ ആശ എവിടെ? ആ ആശയുടെ പൊന്നു മോള് വന്നോ? വന്നേ. ഓ നല്ല മോള്. എങ്ങനെയുണ്ടായിരുന്നു പുതിയ സ്കൂളൊക്കെ? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയ? ആ കിട്ടി. ആശ ഇന്ന് എനിക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ആശയുടെ ഫുഡ് ഞാൻ വളരെ മിസ് ചെയ്തു. മമ്മിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. സോഹ ഞാൻ വെറുതെ പറഞ്ഞ. മമ്മ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആണോ? അതിനിപ്പോൾ എന്താ, ആശതാ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോഹമോളുടെ ഫേവറേറ്റ് ബനാന പാൻ കേക്ക്. ആ ബനാന പാൻ കേക്ക്. ഐ ലവ് യു ആശ. ഐ ലവ് യു ടു. ചെല്ല് ഇപ്പോൾ കുളിച്ചിട്ടോ. സോന നീ ഇപ്പോഴത് വിട്ടില്ലേ? മോള് വന്ന് മോളത് ശ്രദ്ധിക്കും. ഇനിയിപ്പോൾ എന്താ സോന, ജോമോൻ അപ്പോൾ പഠിക്കുന്ന സോഹമോളെ സ്കൂളിലാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ജോനെ കാണണമെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാമല്ലോ. ആ മോളെ, ആശ പറഞ്ഞു ശരിയാ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മോനെ കാണണമെങ്കിൽ അവിടെ പോയി കാണാം. മുത്തശ്ശി. ആഹാ, ചോക്കുട്ടനെങ്കിൽ എത്തിയോ? വാ, കുഴങ്ങിയോ എൻ്റെ പൊന്നുമോൻ? എന്ത് പറ്റി? ആകെ ക്ഷീണിച്ചല്ലോ. എന്ത് പറ്റി? ഫുഡൊന്നും കഴിച്ചില്ലേ? മോനെങ്ങനാ വന്നേ? പപ്പ എവിടെ? മുത്തശ്ശി, പപ്പ എന്നെ ഇവിടെ ആക്കിയിട്ട് പപ്പ പോയി. ആണോ? എന്നാ മുത്തശ്ശിയുടെ മുത്ത് വാ. വിശക്കുന്നില്ലേ? മുത്തശ്ശി ഫുഡ് എടുത്തുതരാം, വാ. ഫുഡ് എങ്ങനെയുണ്ട് ജോമോനെ? സ്ട്രോബെറി കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ പൊന്നു മുത്തേ, ഈ സ്ട്രോബെറി മാത്രം ഇങ്ങനെ വാരി തിന്നാതെ വേറെ വല്ലതും തിന്നടാ. പപ്പയും സ്ട്രോബെറി ആണല്ലോ കഴിക്കാറ്. പപ്പയ്ക്ക് സ്ട്രോബെറി വലിയ ഇഷ്ടാ. എന്ത് പറഞ്ഞാലും അവൻ്റെ ഒരു പപ്പ. എന്നിട്ട് എവിടെ പപ്പ? പപ്പ എന്താ അങ്ങോട്ട് വരാഞ്ഞേ? അതിന് പപ്പ ഇങ്ങോട്ട് വരലില്ലല്ലോ. ശരിയാ, കഴിഞ്ഞ 7 വർഷമായിട്ട് അവനിവിടെ മര്യാദയ്ക്കൊന്നും വന്ന് നിന്ന് പോലുമില്ല. ഓ, ടൈം ഇപ്പം ഇത് ലേറ്റായി. ജോ മിക്കവാറും കിടന്നു കാണും. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല.
എന്നാലും പോയി നോക്കാം. എന്നാലും അവൻ പറഞ്ഞാലേ എല്ലാരും കിടന്നാ തോന്നുന്ന. ഐസ് ഇതാരാ? അമ്മയോ? ജോ കുറേ നേരമായിട്ട് നീ വരും എന്ന് പറഞ്ഞിരിക്കായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാനും കാത്തിരുന്നേ. നീ വല്ലതും കഴിച്ചോ മോനെ? അയ്യോ എന്തേ കിടന്നോ? ഞാൻ അവനെ കാണാമെന്ന്. ആ, അവൻ മുകളിലുണ്ട്, കിടന്നു. എന്നെ കുറേ നേരമായി കാത്തിരുന്നിരുന്നു. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ അവൻ്റെ അടുത്ത് പോട്ടെ. അത് മോനെ, അമ്മയ്ക്കൊരു കാര്യം. ഐ എം സോറി അമ്മ, ഇപ്പം ടൈമില്ല. ആ, കുഴപ്പമില്ല, നീ ചെല്ല്. നീ ഉറങ്ങിയോ മോനെ? സോറിടാ, പാപ്പ കുറച്ച് ലേറ്റായി. നിനക്കപ്പം ഞാൻ പറയുന്ന നിന്റെ അമ്മ സംബന്ധിച്ചില്ല ലോകത്ത് അമ്മ നിനക്ക് മാത്രമൊന്നുമല്ല. ഇങ്ങനെയുള്ള ജീവിക്കാൻ പറ്റില്ലേ? I love you. ശരിക്കും സോന, എനിക്ക് നീല്ലാതെ പറ്റുന്നില്ല. ഇത്രയും കാലം ഞാൻ എങ്ങനെ സഹിച്ചെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ നിന്നെ കണ്ടപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ലടി. അവനെവിടെ പോയി ഉറങ്ങിയോ ആവോ? ഇവിടെ മോൻ്റെ റൂമിലൊന്നും ഇല്ലല്ലോ. ഇവനെന്തീ പുറത്ത് കിടക്കുന്നേ? മോനെ, നീ ആരോടുള്ള ദേഷ്യത്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഇത് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇനി നീ ഇങ്ങനെ അവളെ ആലോചിച്ച് നിൻ്റെ ഈ ജീവിതം ഇങ്ങനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് വയ്യടാ നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. നീ നേരത്തെ വീട്ടിൽ വരുന്നില്ല, നിൻ്റെ ഒരു കാര്യത്തിൽ നീ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ. എനിക്ക് നിന്നെ ഇങ്ങനെ വേണ്ടടാ. സോന, നീ എവിടെ? നേരത്തിന് അടുക്കളയിൽ കയറുന്നില്ല. എന്നാൽ പിന്നെ ഫുഡ് വന്ന് കഴിക്കുക. അതുമില്ല, അതിനിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കണം. ചേട്ടാ, നിങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണേ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് വയ്യ ഈ പണിയെല്ലാം ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാം. ഓ, അത് സാരമില്ല മാഡം, ഞാൻ ചെയ്തോളാം. സോഹമോളെ, വന്നേതാ ബ്രേക്ക്ഫാസ്റ്റ്? വന്നാശാ. എൻ്റെ പെങ്കൊച്ചെ ഒരുങ്ങിയതൊക്കെ മതി. ആ വാ അങ്ങ് തുറന്ന. സോന ദേ കഴിക്ക്. വെള്ളം പോലും എടുക്കരുത് കേട്ടോ. ഇനി അങ്ങേരെ അവിടെ എന്താണാവോ കാണിക്കുന്നത്? ഇനി അതിനെ വിളിക്കാൻ വേറെ ആള് പോണം. സന്തോഷ്, ഒന്ന് വേഗം എണീക്കുന്നുണ്ടോ? ഓ, ഇവളെ കൊണ്ട് ഉറങ്ങാനും സമ്മതിക്കില്ല. ദാ വരുന്നാശാ. എന്താ ഇത്ര നേരത്തെ എല്ലാരും പോയോ? എവിടെ അവരെവിടെ? ഫുഡ് കഴിച്ചോ? അവർ ഇത്ര പെട്ടെന്ന് പോകുന്ന എനിക്കറിയില്ലായിരുന്നു. നല്ല കറിയൊക്കെ ആണല്ലോ ആശ. എന്താണെന്ന് സ്പെഷ്യലായിട്ട് ഇങ്ങനെയൊക്കെ? ഓ, എന്ത് സ്പെഷ്യലാ? നിങ്ങൾ വേണമെങ്കിൽ തിന്നെണീച്ച് പോകും, ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ വായിലുള്ളത് കേൾക്കും. സമയം കുറേ ആയി. ആളിപ്പോൾ എണീച്ച് വന്നേക്കുന്നു. അതൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റാ, പണ്ടത്തെ പോലെ തന്നെ. നിങ്ങൾ അധികം സോപ്പിടൊന്നും വേണ്ട, ഞാൻ വീഴത്തില്ല. പിന്നെ ഡാൻസ് ആവാം. എന്നാലും വീഴത്തില്ല. എന്നാ പിന്നെ പാട്ട് മതി. മതി, ഞാൻ വീണു.